ഈ സുരേഷ് ഗോപി പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന് ഈ ഭാഷയിൽ ഈ രീതിയിൽ ശരിക്കുള്ള ഒരു പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ വലിയ ഡയലോഗ് നമ്മൾ സിനിമയിൽ അടിക്കുക. അദ്ദേഹം രഞ്ജി പണിക്കരെ എഴുതി കൊടുക്കുന്നതാണ്. ഇദ്ദേഹത്തിന് നല്ലൊരു രഞ്ജി പണിക്കരെ വെച്ച് ഞാനിതുകൊണ്ട് പറഞ്ഞു, പരിഹാസമായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവില്ലോ. സിനിമയിൽ ഉള്ള പല സൗകര്യങ്ങളും നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകില്ല. ഈ സുരേഷ് ഗോപി പറഞ്ഞ ഈ അഭിപ്രായം എത്രയോ കാലമായിട്ട് ഞാൻ കേരളത്തിലെ പൊതുവേദികളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറയുന്നതും സുരേഷ് ഗോപി പറയുന്ന തമ്മിൽ വ്യത്യാസം ഇത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന ധാരണ തിരിഞ്ഞു പോകും എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് EMS നമ്പൂതിരിപ്പാടിൻ്റെ 57 മന്ത്രിസഭ മുതൽക്ക് പിണറായി വിജയൻ്റെ 2024-25 എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചാത്തൻ മാസ്റ്റർ മുതൽക്ക് കേളു വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യവകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ ഏതെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല? ഇത് ഞാൻ ചോദിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അർത്ഥം മനസ്സിലാവും. ഇതിന് ഒരു അപവാദമേ ഉള്ളൂ. അത് 1982 തൊട്ട് 87 വരെ ഉണ്ടായിരുന്ന മിനിസ്ട്രിയിൽ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ഇരുന്ന അദ്ദേഹം നേരിട്ട് പട്ടികജാതി ക്ഷേമ വകുപ്പ് ഭരിച്ചു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വേറൊരു സത്യം കൂടി ഞാൻ പറയാം. കരുണാകരൻ്റെ ഭരണകാലത്താണ് പട്ടികജാതിക്കാർ ഇന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അവർക്ക് അനുഭവവേദ്യമായി കൊടുത്തത്. കാരണം കരുണാകരൻ സ്വയം പട്ടികജാതി വകുപ്പ് മന്ത്രി എന്ന് ബോർഡ് വെച്ച് ആണ് നടത്തിയത്. പുള്ളിയുടെ സമയത്ത് ഈ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ചിലതൊക്കെ നമ്മളൊക്കെ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കാനായിട്ട് ഞാനൊരു തെരുവ് പ്രസംഗനായിരുന്ന കാലത്ത് നടത്തുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റൊക്കെ നടപ്പാക്കിയത് ആ സമയത്താണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ റെഡിക്കുലസായി പോയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പട്ടികജാതിക്കാരായ പാപ്പാന്മാർക്ക് ആനയെ മേടിച്ചു കൊടുക്കുന്ന സംവിധാനമൊക്കെ പുള്ളി ഏർപ്പെടും. അതൊക്കെ വലിയ പരാജയമായി. കാരണം വെച്ചാൽ പട്ടികജാതിക്കാരുടെ ആനയെ സവർണ ഹിന്ദുക്കൾ നടത്തുന്ന അമ്പലത്തിൽ എഴുന്നള്ളത്തിന് വിളിക്കില്ല. ആനയ്ക്ക് അയിത്തമുണ്ട്. പക്ഷേ ഇതൊക്കെ കരുണാകരൻ ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ്. കരുണാകരൻ മാത്രമേ ചെയ്തുള്ളൂ. ഇനി ഈ കരുണാകരൻ തന്നെ 91 മുഖ്യമന്ത്രിയായപ്പോൾ പട്ടികജാതി വകുപ്പ് ഏറ്റെടുത്തില്ല. പട്ടികജാതിക്കാരനായിരുന്ന PK വേലായുധന് സാമൂഹ്യക്ഷേമ വകുപ്പും KK ബാലകൃഷ്ണന് ട്രാൻസ്പോർട്ട് വകുപ്പും കൊടുത്തത് കരുണാകരനാണ്. വേറെ ഒരാളും ചെയ്തിട്ടില്ല. AK ആന്റണിയുടെ മന്ത്രിസഭയിൽ ഡോക്ടർ MA കുട്ടപ്പൻ ഉണ്ടായിരുന്നു. കുട്ടപ്പൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായാൽ എന്ത് ദോഷം വരും എന്ന് ആന്റണി ആലോചിച്ചില്ല. ഞാൻ ആന്റണിയെ കുറ്റം പറയല്ല, നമ്മുടെ സംവിധാനം അങ്ങനെയാണ്. ജാതി മത ചിന്തയില്ലാത്ത ആളാണ് ആന്റണിയിലെ, ദൈവവിശ്വാസം ഇല്ലാത്ത മുഖ്യമന്ത്രി. പക്ഷേ ആരോഗ്യവകുപ്പ് അദ്ദേഹം അഡ്വക്കേറ്റ് ശങ്കരന് കൊടുത്തു. പട്ടികക്ഷേമ വകുപ്പ് ആർക്ക് കൊടുത്തു? കുട്ടപ്പന് കൊടുത്തു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതായിരിക്കും ഒരു പക്ഷേ സുരേഷ് ഗോപി പറയാൻ താല്പര്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയം അത്ര പരിചയമില്ലാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞ പോലെ ആർട്ടിക്കുലേറ്റായിട്ട് പറയാൻ പുള്ളിക്ക് അറിയാത്തതുകൊണ്ടും രഞ്ജി പണിക്കരി ഇല്ലാത്തതുകൊണ്ടും പക്ഷേ അബദ്ധത്തിൽ ചാടിയതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇതെൻ്റെ ഊഹം മാത്രമാണ്. പക്ഷേ ഊഹമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കാണാൻ സാധ്യത.